ലോകമൊരു ആണവ യുദ്ധത്തിലേക്കോ അതല്ലെങ്കിൽ സമാനമായ ഒരു മഹാവിപത്തിലേക്കോ നീങ്ങുകയാണോ? സാധാരണക്കാർ ഈ വിവരം അറിയുന്നതിന് മുൻപേ തന്നെ ലോകത്തെ അതിസമ്പന്നർ തങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുമെന്ന നിഗമനത്തിൽ പുതിയൊരു മുന്നറിയിപ്പ് സംവിധാനം ഒരുങ്ങുകയാണ്. അമേരിക്കൻ ഡിജിറ്റൽ ആർട്ടിസ്റ്റും പ്രോഗ്രാമറുമായ കൈൻ മക്ഡൊണാൾഡാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശതകോടീശ്വരന്മാരുടെ സ്വകാര്യ വിമാനങ്ങളുടെ ചലനം നിരീക്ഷിച്ചാണ് ഈ സിസ്റ്റം ലോക അവസാനത്തിന്റെ സൂചനകൾ നൽകുന്നത്. ലോകത്തെ പ്രമുഖരായ ശതകോടീശ്വരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കോർപ്പറേറ്റ് പ്രമുഖർ എന്നിവർക്ക് ആഗോള സാഹചര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരേക്കാൾ വേഗത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം. ഒരു ആഗോള ദുരന്തമോ ആണവ യുദ്ധമോ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഇവർക്ക് വിവരം ലഭിച്ചാൽ അവർ ഉടൻ തന്നെ നഗരങ്ങളിൽ നിന്ന് തങ്ങളുടെ സ്വകാര്യ വിമാനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇത്തരത്തിൽ ഒരേ സമയം വലിയ തോതിൽ സ്വീകാര്യത അല്ലെങ്കിൽ സ്വകാര്യ വിമാനങ്ങൾ പറന്നുയരുന്നത് നിരീക്ഷിക്കുന്നതിലൂടെ ലോകത്തിന് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം പറയുകയാണ്. ഈ സംവിധാനത്തെ 5 ഘടകങ്ങളുള്ള ഒരു ത്രെഡ് ലെവൽ ആയിട്ടാണ് തിരിച്ചറിയുന്നത്. ലെവൽ 1 സാധാരണ നില, ലെവൽ 5 ലോകാവസാനം അല്ലെങ്കിൽ വലിയൊരു വിപത്ത് ആസന്നമായിരിക്കുന്നു എന്നതിന്റെ സൂചന. അങ്ങനെയാണ് ഈ 1 to 5 പറയുന്നത്. നിലവിൽ ഈ വെബ്സൈറ്റിലെ സൂചിക പ്രകാരം ഭീഷണി നില 1 മാത്രമാണ്. തികച്ചും ശാസ്ത്രീയമായ ഡേറ്റ വിശകലനത്തിലൂടെയാണ് ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ആധുനിക എയർ ട്രാഫിക് മാനേജ്മെന്റിന്റെ ഭാഗമായ ADS-B സിഗ്നലുകളിലാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 11,000-ഓളം സ്വകാര്യ വിമാനങ്ങളെ ഈ സിസ്റ്റം നിരീക്ഷിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ വിമാന ഗതാഗതത്തിന്റെ ശരാശരി കണക്കുകളും നിലവിലെ കണക്കുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഓരോ വിമാനത്തിന്റെയും ICAO കോഡുകൾ ഉപയോഗിച്ച് അവ ഏതു തരത്തിലുള്ള വിമാനമാണെന്നും ആരുടേതാണെന്നും തിരിച്ചറിയുന്നു. ഒരേ സമയം വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ വിമാനം അസാധാരണമായി പറന്നുയരുമ്പോൾ സിസ്റ്റം അപായ സൂചന നൽകും. ശതകോടീശ്വരന്മാരുടെ സർവേലൻസും ബില്യണർ സർവേലൻസും എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് ഈ പരീക്ഷണം. ലോകത്തെ പല അതിസമ്പന്നരും ഭൂമിക്കടിയിൽ അത്യാധുനിക ബങ്കറുകൾ നിർമ്മിക്കുന്നതായും പെട്ടെന്നുണ്ടാകുന്ന ഒരു വിപത്തിനെ നേരിടാൻ ഈ എസ്കേപ്പ് പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് മാത്രമല്ല, കൈൽ മക്ഡൊണാൾഡിന്റെ അഭിപ്രായത്തിൽ ഔദ്യോഗിക പ്രസ്താവനയേക്കാൾ വിശ്വസിക്കാവുന്നത് ഡേറ്റ പാറ്റേണുകളെയാണ്. ഒരു ആണവ ദുരന്തം ഉണ്ടാകാൻ പോകുകയാണെങ്കിൽ വിമാനത്തിൽ കയറി നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരായിരിക്കും ആദ്യത്തെ ചലനങ്ങൾ പ്രകടമാക്കുക എന്ന് അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറയുന്നുണ്ട്. പരിമിതികളും വെല്ലുവിളികളും. ഈ സംവിധാനം പൂർണ്ണമായും കുറ്റമറ്റതാണ് എന്ന് ഇതിന്റെ നിർമ്മാതാവ് അവകാശപ്പെടുന്നില്ല. വിമാനങ്ങളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവ് എപ്പോഴും ഒരു ദുരന്തത്തിന്റെ സൂചനയാണെങ്കിലും സൂപ്പർ ബൗൾ പോലെയുള്ള വലിയ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ അവിടേക്ക് സ്വകാര്യ വിമാനങ്ങളുടെ വലിയ പ്രവാഹം ഉണ്ടാകാറുണ്ട്. ആഘോഷവേളകളിലും വിമാന ഗതാഗതം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഡേറ്റ ഫീൽഡുകളിൽ ഉണ്ടാകുന്ന ക്ലീച്ചുകളും തെറ്റായ സൂചന നൽകാൻ കാരണമായേക്കാം. ഈ വെല്ലുവിളികളെ വെബ്സൈറ്റ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. ഇതൊരു പ്രായോഗിക മുന്നറിയിപ്പ് സംവിധാനം എന്നിരിക്കെ ഡേറ്റ ഉപയോഗിച്ചുള്ള ഒരു കലാരൂപമായും ഗൗരവകരമായ ഒരു പരീക്ഷണമായും കണക്കാക്കാം. നമ്മുടെ കാലഘട്ടത്തിലെ ഉത്കണ്ഠകളെയും അസമത്വത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് അപ്പോക്കലിപ്റ്റിക് എയർലി വാർണിംഗ് സിസ്റ്റം. വിവരങ്ങൾ കൈവശം വച്ചിരിക്കുന്ന കോടീശ്വരന്മാരും ഒന്നും അറിയാത്ത സാധാരണക്കാരും തമ്മിലുള്ള അന്തരം ഇത് വ്യക്തമാക്കുന്നു. ലോകാവസാനം പ്രവചിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് മാറ്റി നിർത്തിയാൽ സാങ്കേതിക വിദ്യയും പരസ്യമായ വിവരങ്ങളും ഉപയോഗിച്ച് അധികാര കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുമെന്ന വലിയ പാഠം ഈ പ്രൊജക്ട് നൽകുന്നുണ്ട്.